CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഉത്തരക്കടലാസിന്റെ പകർപ്പ് മാറി നൽകിയെന്ന് പരാതി. നിരവധി വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉത്തരക്കടലാസുകളല്ല ലഭിച്ചതെന്നാണ് പരാതി. ഇന്നു മുതൽ വെബ്സൈറ്റിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്നാണ് CBSE അറിയിക്കുന്നത്. അതേസമയം ഉത്തരപേപ്പറിന്റെ പകർപ്പ് ലഭിക്കാനുള്ള അപേക്ഷാ സമയം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ചപ്പോഴാണ് ഈ തരത്തിലുള്ള പാകപ്പിഴവുകളൊക്കെ പുറത്തുവരുന്നത്. ഒരു വിദ്യാർത്ഥി പരീക്ഷയുടെ സ്കാൻ കോപ്പി ആവശ്യപ്പെടുമ്പോൾ മറ്റൊരു വിദ്യാർത്ഥിയുടെ കോപ്പിയൊക്കെയാണ് ലഭിക്കുന്നത്. ആകെ പ്രശ്നമാണോ ഈ പുനർമൂല്യനിർണ്ണയത്തിൽ ഇപ്പോൾ CBSE നേരിടുന്നത്? CBSE 12ാം ക്ലാസ് പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക തകരാറിനെ തുടർന്ന് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ. പുതിയ പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നത് തങ്ങളുടേതല്ലാത്ത മാർക്ക് ലിസ്റ്റുകൾ തങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിരവധി വിദ്യാർത്ഥികളാണ് ഇതിനോടകം തന്നെ CBSEക്ക് നിലവിൽ ഇത്തരത്തിലുള്ള പരാതി നൽകിയിരിക്കുന്നത്. അതായത് സാങ്കേതിക തകരാറിനെ തുടർന്ന് മറ്റു വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് പല വിദ്യാർത്ഥികൾക്കും കിട്ടിയിട്ടുള്ളത്. ഇതിൽ പേരുകളും നമ്പറുകളും അതോടൊപ്പം തന്നെ കൈയക്ഷരമടക്കം മാറ്റമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനോടകം തന്നെ CBSEക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വെബ്സൈറ്റിന്റെ സാങ്കേതിക തകരാറ് മൂലമാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത്. നേരത്തെ ഈ പകർപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഉയർന്നു വന്നിരുന്ന പരാതി. പിന്നീട് സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ IIT ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ നടന്നു വരികയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പുതിയ പരാതി കൂടി എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി വലിയ ആശങ്കയിലായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. കാരണം ഈ ഉത്തരപേപ്പർ ലഭിക്കുന്നതിനായിട്ടുള്ള അവസാന സമയം അത് ഇന്ന് അർദ്ധരാത്രിയാണ്. ഇത്തരത്തിൽ അപേക്ഷ നൽകാനുള്ള അവസാന സമയം അർദ്ധരാത്രിയോട് കൂടിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തങ്ങളുടേത് ഉത്തരപേപ്പറുകൾ എപ്പോൾ കിട്ടുമെന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉയർത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയും CBSE ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഒരു 12 മണിയോട് കൂടി ഇതുമായി ബന്ധപ്പെട്ട CBSE പ്രത്യേക യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ നിലവിലെ സാങ്കേതിക തകരാറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പരിഹരിക്കാനുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുക. അതോടൊപ്പം തന്നെ റീഫണ്ട് നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി CBSE അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ സാങ്കേതിക പ്രശ്നം അത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ വലക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ദിവ്യ.